ചെങ്കോട്ട ഭീകരാക്രമണത്തിൽ വൈറ്റ് കോളർ ഭീകരരിലെ പ്രധാന കണ്ണി ഡോക്ടർ ഷഹീൻ ഷഹീദ് എന്ന കണ്ടെത്തൽ. പാകിസ്ഥാൻ തുർക്കി ഹാൻഡലർമാരുടെയുമായി ആശയവിനിമയം നടത്തിയത് ഡോക്ടർ ഷഹീൻ ഷഹീദ് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. ബാബറി മസ്ജിദിന് പകരം ചോദിക്കുകയായിരുന്നു ഉദ്ദേശമെന്നും അന്വേഷണ സംഘം പറയുന്നു. ഡൽഹിയിൽ നിന്ന് അർജുൻ പീതാംബരൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, ഗുഡ് മോർണിംഗ്. ഈ ഡൽഹി സ്ഫോടനം, രാജ്യത്തെ നടുക്കിയ ആ സ്ഫോടനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. പാകിസ്ഥാൻ കണക്ഷൻ, തുർക്കി കണക്ഷൻ, ഇതൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ഈ വൈറ്റ് കോളർ ടെററിസം, അതിന്റെ തുടക്കക്കാരി അല്ലെങ്കിൽ അതിനെല്ലാവരിലും അത് ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത് അത് ഷഹീനിലൂടെ ആയിരുന്നു. പാകിസ്ഥാനുമായുള്ള ഷഹീന്റെ ബന്ധം എന്താണ് അർജുൻ? ഈ വൈറ്റ് കോളർ ഭീകരത്തിലെ ആ സംഘത്തിലെ കണ്ണികളെ പാകിസ്ഥാനിലെയും അതുപോലെ തന്നെ തുർക്കിയിലെയും ഹാൻഡലർമാരുമായി ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി ഷഹീൻ ഷഹീദാണെന്നുള്ള കാര്യമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കിയിരിക്കുന്നത്. അവരുടെ പക്കൽ നിന്നും നിരവധി തെളിവുകൾ ലഭിച്ചിരുന്നു. അതിൽ ഡിജിറ്റൽ തെളിവുകളുണ്ട്, ഡയറി കുറിപ്പുകളുണ്ട്, അതിനപ്പുറത്തേക്ക് മറ്റ് നോട്ടുകളുണ്ട്. ഈ നോട്ടുകളിൽ ഇവരുടെ പദ്ധതി എന്തായിരുന്നു തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. D6 മിഷൻ എന്നുള്ള കാര്യമാണ് ഇവർ ഈ പല കുറിപ്പുകളും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഡിസംബർ 6-ാം തീയതി സ്ഫോടനം നടത്താൻ വേണ്ടിയിട്ടായിരുന്നു പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നത്. അതും ഈ ബാബറി മസ്ജിദിന് പകരം ചോദിക്കുക എന്നുള്ള ഉദ്ദേശം അവർക്ക് ഉണ്ടായിരുന്നു. നേരത്തെ ഓഗസ്റ്റ് മാസത്തിലൊക്കെ ഈ സ്ഫോടനത്തിൻ്റെ ചില ഘട്ടങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് ഈ സ്ഫോടക വസ്തുക്കളെല്ലാം തന്നെ അത് സജ്ജീകരിക്കുന്നതിൽ ഉണ്ടായിട്ടുള്ള കാലതാമസമാണ് അത് പിന്നീട് ആ നടപടികൾ വൈകിയതും ആകെ മൊത്തം ഇവരുടെ പദ്ധതിയെല്ലാം തന്നെ പാളിയതും. എന്തായാലും ഡിസംബർ 6 എന്നുള്ള ഒരു തീയതിയിലേക്ക് അവർ വളരെ നേരത്തെ തന്നെ എത്തിയിരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് വ്യക്തമായിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് നിലവിൽ ഇന്ത്യയിൽ ഇപ്പോഴും ആക്റ്റീവായിട്ടുള്ള ഒരുപാട് ലഷ്കർ ഭീകരർ, അതായത് സ്ലീപ്പർ സെല്ലുകൾ ഇപ്പോഴും സജീവമായി തന്നെ തുടരുന്നുണ്ട്. ഇവരെ എല്ലാവരും ഈ വിദേശ ഹാൻഡലർമാരുമായി ബന്ധിപ്പിച്ചിരുന്ന ആ പ്രധാന കണ്ണി എന്ന് പറയുന്നത് ഈ പറയുന്ന ഷഹീൻ ഷാഹിദ് തന്നെയാണ്. ഈ സ്ലീപ്പർ സെൽ എന്ന് പറയുമ്പോൾ അതിൽ ഒരു വലിയ സംഘത്തിന് പ്രൊഫഷണൽസാണ്, പ്രത്യേകിച്ചും വൈറ്റ് കോളേഴ്സാണ്. അതിൽ ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രൊഫഷണൽസിനെയാണ് ഏറ്റവും കൂടുതൽ ഷഹീൻ ഷഹീദ് ഇതിനു വേണ്ടി റിക്രൂട്ട് ചെയ്തത് എന്നുള്ള കാര്യം കൂടിയാണ് NIA സംഘം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. 2021 തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതായത് ഇന്ത്യക്കകത്ത് ഒരു വലിയൊരു സ്ലീപ്പർ സെൽ സംഘത്തെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അതിനെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഇപ്പോൾ നേരത്തെ പുറത്തു വന്നിരുന്ന റിപ്പോർട്ടുകളുണ്ട് മസൂദ് അസറിൻ്റെ കുടുംബവുമായി ഷഹീന് നേരിട്ട് ബന്ധമുണ്ട് എന്നുള്ള കാര്യം. അതെല്ലാം അടിവരയിടുന്ന പുതിയ തെളിവുകളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും കസ്റ്റഡിയിലുള്ള ഷഹീനെ ചോദ്യം ചെയ്യുകയും അതുപോലെ തന്നെ അവരിൽ നിന്നും ലഭിക്കുന്ന ഓരോ ഉത്തരത്തിനും ഓരോ മൊഴിക്കും അത്രത്തോളം പ്രാധാന്യമുണ്ട്. മുന്നോട്ട് ഈ അന്വേഷണം എങ്ങനെ കൊണ്ടുപോകണം, മാത്രമല്ല ഇപ്പോഴും പലയിടങ്ങളിലായി ഒളിഞ്ഞിരിക്കുന്ന ഭീകരർ, സ്ലീപ്പർ സെല്ലുകൾ, അവരിലേക്ക് എങ്ങനെ എത്തണം, അവരുടെ കയ്യിൽ മറ്റെന്തെങ്കിലും തരത്തിൽ സ്ഫോടക വസ്തുക്കളുണ്ടോ, മറ്റെന്തെങ്കിലും പദ്ധതികൾ കൂടി ഉണ്ടായിരുന്നോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പ്രാധാന്യം അന്വേഷണ ഏജൻസികൾ നൽകുകയും ചെയ്യുന്നത്. ഇവരുടെ പക്കൽ വേറെ എന്തെങ്കിലും പദ്ധതി ഉണ്ടായിരുന്നോ ആ സാധ്യത കൂടി തള്ളിക്കളയാതെ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം കൂടി NIA വ്യക്തമാക്കുന്നുണ്ട്. ഇതിനുവേണ്ടി മുംബൈ പോലീസിനെയും അതുപോലെ UP പോലീസിനെയും ഹരിയാന, ജമ്മു കാശ്മീർ, ഡൽഹി പോലീസുകളുടെയും സഹായം NIA തേടിയിട്ടുണ്ട്. ഒപ്പം മറ്റ് അന്വേഷണ ഏജൻസികൾ, IB ഉൾപ്പെടെയുള്ള രഹസ്യാന്വേഷണ ഏജൻസികളുടെയും സഹായത്തോടെയും സഹകരണത്തോടെയും കൂടിയാണ് ഇപ്പോൾ NIA അന്വേഷണം അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി, മാഡം സർജൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ കാണുന്ന പോലെ പാകിസ്ഥാനിലെയും തുർക്കിയിലെയും ഹാൻഡലർമാരുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്നത് ഷഹീനാണ്, ഡോക്ടർ ഷഹീനാണ്. അപ്പോൾ ഈ ഭീകരരിലെ പ്രധാന കണ്ണി, ഇവിടെയുള്ള ആളുകളെ പാകിസ്ഥാനിലെയും തുർക്കിയിലെയും ആളുകളുമായി ബന്ധിപ്പിച്ചിരുന്ന കണ്ണി ഡോക്ടർ ഷഹീനായിരുന്നു. മാഡം സർജൻ എന്നാണ് ഈ ടെറർ ഗ്രൂപ്പിൽ ഇവർ അറിയപ്പെട്ടിരുന്നത്. ഇതിന്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ ഇവരായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഷഹീന്റെ പക്കൽ നിന്ന് നിരവധി തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഡിജിറ്റൽ തെളിവുകളുണ്ട്, അവരുടെ ഡയറി കുറിപ്പുകളുണ്ട്, അങ്ങനെ കുറേ അധികം തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ പദ്ധതിക്ക് അവർ പേരിട്ടിരുന്ന D6 മെഷീൻ എന്നാണ്. അതായത് ഡിസംബർ 6 നമുക്കറിയാം ഉദ്ദേശം, അതായത് ബാബറി മസ്ജിദിന് പകരം ചോദിക്കലായിരുന്നു ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് D6 ഡിസംബർ 6 ബ്ലാക്ക് ഫ്രൈഡേ ആ ഒരു ദിവസത്തിന്റെ പേരിട്ടിരിക്കുന്നത്. ജെയ്ഷെ സ്ലീപ്പർ സെല്ലുകളെ കണ്ടെത്താനുള്ള ശ്രമം എന്തായാലും ഇപ്പോൾ ഊർജിതമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഈ എങ്ങനെയാണ് ഡൽഹി സ്ഫോടനം ഉണ്ടായതെന്ന് ഇപ്പോൾ ഒരു ധാരണയിലേക്ക്, ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഹുണ്ടായി i20 ഉണ്ടായിരുന്ന IED, ഇംപ്രൂവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. ചെങ്കോട്ടയിലുണ്ടായത് ഒരു ചാവേർ ആക്രമണം തന്നെയാണെന്ന് NIA സ്ഥിരീകരിക്കുകയും ചെയ്യുകയാണ്.